വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, ഞാനും എൻ്റെ ഉപ്പ അത്തിപ്പർ ഉസ്താദും ഉപ്പയുടെ വിസ ക്യാൻസലാക്കി നാട്ടിൽ വന്ന ശേഷം ഞങ്ങൾ UAE-യിലേക്കൊരു വിസിറ്റിങ്ങിന് പോയി. അവിടെ എല്ലാവരെയും കാണുക എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് ആ പ്രാവശ്യം പോയപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും അബുദാബി, ദുബായ്, റാസ് അൽ ഖൈമ, ജമാൻ, അലൈൻ, ഇങ്ങനെ ഒരുപാട് മജ്ലിസുകളുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ പങ്കെടുത്ത സദസ്സുകൾ. എല്ലാ സ്ഥലത്തുനിന്നും ഉസ്താദ് വളരെ ഗൗരവത്തിൽ പറഞ്ഞൊരു വിഷയം ബിസ്മി പതിവാക്കണമെന്ന്. എല്ലാ സ്ഥലത്തുനിന്നും ആ പ്രാവശ്യം പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എല്ലാ സദസ്സിലും എല്ലാവരെയും ഉണർത്തിയൊരു കാര്യം ബിസ്മി പതിവാക്കണം, ബിസ്മി പതിവാക്കണം എന്ന് തന്നെയാണ്. എന്നിട്ട് അവരോടൊക്കെ പറഞ്ഞു, ബിസ്മി ഒരാൾക്ക് പതിവാക്കാൻ കഴിഞ്ഞാൽ, ബിസ്മി പതിവാക്കാൻ കഴിഞ്ഞാൽ അത് സാദത്തിൻ്റെ അടയാളാണ്. ഒരാൾ വിജയിച്ചു എന്നതിൻ്റെ അടയാളാണ് ബിസ്മി ചെല്ലാൻ കഴിയുക എന്നുള്ളത് എന്ന്. അപ്പം ഞാനന്നിങ്ങനെ ആലോചിച്ചു, ഇത് ഇങ്ങനെ എത്ര ഗൗരവത്തിൽ, ഒരു സ്ഥലത്തല്ല ചെല്ലുന്ന സ്ഥലത്തൊക്കെ ബിസ്മിയുടെ മഹത്വം തന്നെ ഇങ്ങനെ പറയുന്നത് എന്തിനാന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോയി. സത്യത്തിൽ നമുക്കൊക്കെ അതറിയാം, ബിസ്മി പതിവാക്കലുണ്ടോ എന്നുള്ളത് ഞാൻ നിങ്ങളൊന്ന് ആലോചിക്കണം. അത്തിപ്പർ ഉസ്താദ് എല്ലാ വിഷയത്തിലും ബിസ്മി ചെല്ലാത്ത ഒരു നല്ല കാര്യവും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകില്ല. ഇപ്പോൾ വീട്ടിൽ കയറി വരികയാണെങ്കിൽ ഉറക്കെ നല്ല ശബ്ദത്തിൽ ബിസ്മി ചൊല്ലും. ഉസ്താദ് മുറ്റത്തെത്തിയാൽ തന്നെ എല്ലാവർക്കും അറിയാം, ആ ബിസ്മി കേൾക്കുമ്പോൾ തന്നെ വാതിൽ തുറക്കുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും ഇനി വേണ്ട ഏതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ നല്ല കാര്യങ്ങളൊക്കെ ചൊല്ലിയിരുന്നൊരു കാര്യമാണ് ബിസ്മി എന്നത്. അതുപോലെ ഉപ്പ നേരത്തെ ഒരുപാട് കാലം മുമ്പ് ഗൾഫിലായിരുന്നല്ലോ. അന്ന് ഞാനൊക്കെ ചെറിയ കുട്ടിയാവുമ്പോഴൊക്കെ ഉമ്മാക്ക് കത്ത് വരും ഉപ്പയുടെ. ആ വരുന്ന കത്തിലൊക്കെ ഉണ്ടാകുന്നൊരു വാചകമാണ് ബിസ്മി ചൊല്ലണം എന്നുള്ളത്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. ഈ പ്രസവിച്ച് കിടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, പുസ്തകം വായിക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ ഒക്കത്തിനും ബിസ്മി ചൊല്ലണം. ഇത് പതിവാക്കണം, ഇത് മറക്കരുത്. ഇങ്ങനെ ഉമ്മാക്ക് വരുന്ന ഓരോ കത്തിലും എന്ത് ചെയ്യും, ഇങ്ങനെ ബിസ്മിയുടെ കാര്യം ഇങ്ങനെ പതിവാക്കി പറയാനേ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ഏതെങ്കിലും വീടിൻ്റെ ഈ കുടിയിരിക്കലിന് പോയാൽ അവരോടും പറയുന്നൊരു വാക്ക്, ഈ വീട്ടിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ, ഈ ബർക്കത്തില്ലാതായാൽ വീട്ടിൽ വളരെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. കുട്ടികൾക്ക് രോഗങ്ങൾ എത്ര കൊണ്ടുവന്നാലും തികയില്ല. എപ്പോഴും കടങ്ങൾ, എപ്പോഴും രോഗങ്ങൾ, അസ്വസ്ഥതകൾ. വീട്ടിൽ കയറി വന്നാലും ഒരു സുഖം ഉണ്ടാവില്ല, ആ വീടൊരു സമാധാനം ഉണ്ടാവില്ല. വീട്ടിൽ എപ്പോഴും നോക്കിയാലും പ്രയാസം. ഇങ്ങനെ പലപ്പോഴും പലരും നമ്മളടുത്ത് വന്നിട്ട് പരാതി പറയുന്നൊരു വിഷയമാണത്. അപ്പം ഈ വീട്ടിൽ ചെന്നാൽ അവരോടൊക്കെ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ വീട്ടിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലിക്കയറണം, എന്നാൽ ഈ വീടിന് ബറക്കത്തുണ്ടാകും. ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെ. നമ്മളെ പഴയ ഉമ്മാരൊക്കെ, നമ്മൾ വല്യന്മാരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അവർ അത് ആ പാത്രം എടുക്കുന്നത് മുതൽ ഓരോ സമയത്തും ബിസ്മി ചൊല്ലിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ കണ്ടു പോകുന്നതാണ് ഇതൊക്കെ. അതൊക്കെ കൈമോശം വന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. നമ്മളെ വല്യന്മാരൊക്കെ അടുപ്പിലേക്ക് ആ അരിയുടെ അല്ലെങ്കിൽ കഞ്ഞിയുടെ കലം വെക്കുമ്പോൾ ബിസ്മി ചൊല്ലും, അരി എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലും, അരി കഴുകി അതിലേക്ക് ഇടുമ്പോൾ ബിസ്മി ചൊല്ലും. അത്തരം വീടുകളിലൊക്കെ ഭക്ഷണം എത്ര ഉണ്ടായാലും ആളുകൾ എത്ര വന്നാലും അത് തികയുമായിരുന്നു. അതൊരു ബർക്കത്താണ്. ഇത് അത്തിപ്പർ ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, വീട്ടിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ നിങ്ങൾ
എല്ലാ വിഷയത്തിലും ബിസ്മി ചൊല്ലണം. ഞാൻ ഇതിങ്ങനെ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമുക്ക് അറിയുന്നൊരു കാര്യമാണിത്. എല്ലാവർക്കും അറിയാം അങ്ങനെ ബിസ്മിയില്ല ഗുണങ്ങളൊക്കെ. പക്ഷെ നമ്മളൊക്കെ ചെല്ലാറുണ്ടോ നോക്കണം. ഇപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മറക്കൂലായിരുന്നു. അതാണ് ജീവിതത്തിൽ കണ്ടത്. ഒരു വിഷയത്തിലും ബിസ്മി ചെല്ലുന്നത് മറന്നതായിട്ട് നമ്മൾ കാണൂല. അത് ഉറക്കെ ചെല്ലും ചെയ്യും. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ബിസ്മി അല്ലാതെ ഭക്ഷണം കഴിക്കൂല. വെള്ളം കുടിക്കുകയാണെങ്കിൽ ഭക്ഷണം ബിസ്മി അല്ലാതെ ചെയ്യൂല. ചെറിയ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യും, ബിസ്മി ചെല്ലും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വോയിസ്, എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, എല്ലാ വിഷയത്തിലും ബിസ്മി എന്ത് ചെയ്യണം, പതിവാക്കണം. അത് നാവിന്ന് വന്ന് 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 പരിചയമായാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, എല്ലാ വിഷയത്തിലും എന്ത് ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലാൻ ഓർമ്മയുണ്ടാകും. ബൈക്ക് ഓടിക്കുന്ന നമ്മുടെ മക്കളുണ്ട്, കാർ ഓടിക്കുന്ന മക്കളുണ്ട്. ഇവരൊക്കെ വാഹനത്തിൽ കയറുമ്പോൾ, സ്കൂട്ടിമേ കയറുമ്പോൾ, ചാവി അതിൽ വിടുമ്പോൾ ഇതിലൊക്കെ എന്ത് ചെയ്യുക, ബിസ്മി ചൊല്ലിയാൽ അപകടങ്ങൾ കുറയും. അതുപോലെ ദുരന്തങ്ങളും ഇല്ലാതാകും. അപ്പം എല്ലാ വിഷയത്തിലും ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ വിഷയത്തിലും ആ കാണിച്ചു തന്ന മാതൃക, ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ സ്വഹാബത്തിൻ്റെയും ഒക്കെ ചര്യയാണ്. അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു പോകുന്നത് നമ്മുടെ വക്കൽ നിന്നും കൈമോശം വന്നു പോകുകയാണ്. അത് പോകാതിരിക്കാൻ നാം അത്തിബുൽ ഉസ്താദ് പഠിപ്പിച്ച ആ ഒരു ബിസ്മി നമ്മൾ എന്ത് ചെയ്യണം, ഈ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇൻഷാ അല്ലാഹ് പതിവാക്കണം. നിങ്ങൾക്കും അനുഭവങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ഈ കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഉസ്താദുമായി ബന്ധപ്പെടുന്ന കുറേ ആളുകൾ ഈ കൂട്ടത്തിലുള്ളതാണ്. അവർക്കൊക്കെ അറിയാം ഇത്തരം ബന്ധങ്ങളും ഇത്തരം അറിവുകളൊക്കെ ഉണ്ടാകും. അത്തരം അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ നമ്മൾ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് ഇതിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ നിങ്ങൾ അറിയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ എല്ലാ വിഷയത്തിലും ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലി തുടങ്ങാൻ, ബിസ്മി ചൊല്ലിയിട്ട് ആരംഭിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.